കൊച്ചി മെട്രോയ്ക്ക് പിന്നാലെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇ ശ്രീധരനെ തന്നെ അതിന്റെയും ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ലൈറ്റ് മെട്രോ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരുവിധ സഹായവും ലഭിക്കുന്നില്ലെന്ന് ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചു. സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാണെന്നും പണം അനുവദിക്കുന്ന കാര്യത്തിൽ മെല്ലെപ്പോക്കാണെന്നും വ്യക്തമാക്കിയതോടെ ഉമ്മൻചാണ്ടി കൈ കഴുകി. ലൈറ്റ് മെട്രോയ്ക്ക് ഒരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയാൽ ഉടൻ തുടങ്ങുമെന്നും വിശദീകരിച്ചു. അതൊന്നും പോരാഞ്ഞ് ഇ ശ്രീധരനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാറ്റാൻ പ്രത്യേക ചർച്ചയും തീരുമാനിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ വേണം, അത് കിട്ടിയേ മതിയാകൂ. അതിന് കേന്ദ്ര ഗവൺമെന്റിൽ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തും. ആ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും ഗവൺമെന്റിനില്ല. അപ്പോൾ അത് തടസ്സം കാര്യമായിട്ട് അതിൻ്റെ ഫണ്ടിങ് ആണ്. ഗവൺമെൻറ്റിൻ്റെ പണമില്ല, അതാണ് വലിയൊരു. അപ്പോൾ അതിൽ അത് ഏറ്റെടുക്കാൻ കുറച്ചൊരു മടിയുണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്നറിയാതെ. അത് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അത് നാളെ ഞങ്ങൾ സംസാരിക്കും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് ഒരു അവ്യക്തതയുമില്ല. ലൈറ്റ് മെട്രോ വേണം, ഒരു മെട്രോ ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം. മെട്രോയിലെ സ്വകാര്യ പങ്കാളിത്തം തീരെ പ്രായോഗികമല്ല, ഡെഫിനറ്റാണ്. DMRCക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് ഇതിലില്ല. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമാണ്, അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ട. രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല. ഇത് കേരളത്തിന് കിട്ടിയാൽ മതിയാവും. ഇത് കേരളത്തിന് വേണ്ടി വാങ്ങിയെടുക്കും, യാതൊരു സംശയവുമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ചില പോളിസീസ് ഉണ്ട്, അല്ല ചില ഉദ്ദേശങ്ങളുണ്ട്, അത് ചർച്ച ചെയ്തിട്ട് തീർച്ചയായും പോരും. ആ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും ഗവൺമെന്റിനില്ല. അപ്പോൾ അത് ആകാശത്തോളം വ്യാപിക്കുന്ന വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് പണി തുടങ്ങിയതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? പണം വേണ്ടേ എന്നാണ് KM മാണിയുടെ ചോദ്യം. എല്ലാം അങ്ങ് അനുവദിച്ചു കൊടുത്താൽ മതി എന്ന് കരുതിയാണ് ഒടുവിൽ അറബി സർവകലാശാലയ്ക്കും തലയാട്ടി കൊടുത്തത്. ലീഗ് ഇപ്പോൾ അതിനെ മതവികാരമാക്കി മാറ്റിക്കഴിഞ്ഞു. പണമില്ലെന്ന് കരുതി ഇനി മെട്രോ നിർത്തിവച്ചാലും അറബി സർവകലാശാലയുടെ പണി തുടങ്ങാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗ് തെരുവിലേക്ക് ഇറങ്ങുമത്രേ. സ്വകാര്യമായും അല്ലാതെയും സർവകലാശാലകൾ തഴച്ചു വളരട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.